മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിലനിൽക്കുന്ന വൈദ്യുതി ബിൽ സമ്പ്രദായത്തിന് മുകളിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായിട്ടും പോസ്റ്റുകളായിട്ടും പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇടയിൽ പലതരത്തിലുള്ള ആശങ്കകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയും ഷൊർണൂർ ആസ്ഥാനമായിട്ടുള്ള ഇൻസിഡസും ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേദിയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആഷിത്ത്, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺസ്യൂമർ സബ് കമ്മിറ്റി കൺവീനറാണ്. ഇന്ന് എന്നോടൊപ്പം ഇവിടെ ചേരുന്നത് ഇൻഷുറൻസ് രജിസ്ട്രാറും KSEB റിട്ടയർഡ് ഡെപ്യൂട്ടി സിയുമായ ശ്രീ ബോസ് ജേക്കബ് സാറാണ്. അതോടൊപ്പം KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ സബ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രജനി പി നായർ മാഡം, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ദിവിൻദാസ് സാറുമാണ്. ഇവിടെ പ്രചരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, കേരളത്തിൽ വൈദ്യുതി നിരക്ക് അത് KSEB തോന്നിയ പോലെ തീരുമാനിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത, കേന്ദ്ര വൈദ്യുതി നിയമം 2003 അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിലെ അതത് റെഗുലേറ്ററി കമ്മീഷനുകളാണ് അവിടുത്തെ ആ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുന്നത്. ഈ റെഗുലേറ്ററി കമ്മീഷൻ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ഈ വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു വൈദ്യുതി വിതരണ കമ്പനിയുടെ വരവ് ചെലവ് കണക്ക് ആവശ്യപ്പെടും. ഈ വരവ് ചെലവ് കണക്ക് സമർപ്പിക്കുമ്പോൾ അത് റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ച് അത് ഒരു പൊതു തെളിവെടുപ്പിന് വിധേയമാക്കും. ആ സമയത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെ പൊതുജനങ്ങളെ കൂടി കേട്ട ശേഷം റെഗുലേറ്ററി കമ്മീഷൻ പൂർണ്ണമായ പരിശോധനയ്ക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിതരണ കമ്പനിയുടെ ചെലവ് അപ്പടിയല്ല, ചില മാനദണ്ഡങ്ങൾ ഇതിനായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ശമ്പള ചെലവുകളൊക്കെ ആണെങ്കിൽ ആ ശമ്പള ചെലവ് ഇത്ര ഉണ്ടായി എന്ന് കണക്കാതെ കൂടി കൊടുക്കുകയല്ല ചെയ്യും. ശമ്പള ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഈ വൈദ്യുതി ലൈനുകളുടെ നീളം, ട്രാൻസ്ഫോർമറുകളുടെ എണ്ണം, ഉപഭോക്താക്കളുടെ എണ്ണം, വിറ്റ വൈദ്യുതി യൂണിറ്റ്, ഇതൊക്കെ കണക്കിലെടുത്ത് അതിന് ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങൾ, ഒരു ട്രാൻസ്ഫോർമറിന് ഇത്ര രൂപ എന്ന നിരക്കിൽ, ലൈൻ 1 കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന നിരക്കിൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ ചെലവുകൾ കണക്ക് കൂട്ടുന്നത്. യഥാർത്ഥ ചെലവുകളല്ല. അങ്ങനെ ഈ ചെലവുകൾ കണക്ക് കൂട്ടി റെഗുലേറ്ററി കമ്മീഷൻ്റെ പരിശോധന ശേഷം അംഗീകരിക്കുമ്പോൾ ഈ വരവ് എന്ന് പറയുന്നത്, അടുത്ത വർഷത്തെ പ്രതീക്ഷിത വരവ് ഈ പ്രതീക്ഷിത ചെലവിനേക്കാൾ കുറവാണെങ്കിൽ ആ വിടവ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താരിഫ് അപേക്ഷ നൽകാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ വൈദ്യുതി വിതരണ കമ്പനി താരിഫ് അപേക്ഷ സമർപ്പിക്കും. ഈ താരിഫ് അപേക്ഷയും റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ച് അതും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു 4 സ്ഥലത്തെങ്കിലും ഇത് പൊതു തെളിവെടുപ്പിന് വിധേയമാക്കും. പൊതുജനങ്ങൾക്കൊക്കെ ഇതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവരെയൊക്കെ കേട്ട ശേഷം റെഗുലേറ്ററി കമ്മീഷൻ്റെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കി റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് നിരക്കുകൾ ഉത്തരവായിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ KSEBയോ ഗവൺമെൻറ്റോ അവർക്ക് തോന്നിയ പോലെ നിരക്കുകൾ തീരുമാനിക്കാനുള്ള ഒരു അവകാശമോ സാധ്യതയോ ഇല്ല. ഇതിന് ഇടയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ACD. വൈദ്യുതി ബോർഡ് തോന്നിയ രീതിയിൽ വൈദ്യുതി ഈടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് ACD എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഒരു വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കണക്ഷൻ എടുക്കുന്ന സമയത്ത് ആ കണക്ഷനിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന തുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി ബോർഡിന് അടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ വൈദ്യുതി കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ വൈദ്യുതി കണക്ഷൻ ഉപയോഗിച്ച് 2 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഒരു വൈദ്യുതി കണക്ഷനിൽ മീറ്റർ റീഡർ വന്ന് റീഡിംഗ് എടുത്ത് ബില്ല് തരുന്നത്. അതായത് ഉപയോഗിക്കപ്പെട്ട 2 മാസത്തെ ഉപയോഗത്തിന് ശേഷമാണ് ബില്ല് നൽകുന്നത്. തുടർന്ന് വീണ്ടും 10 ദിവസം നമുക്ക് ബില്ല് അടയ്ക്കാനുള്ളത് ഡ്യൂ ഡേറ്റ് പ്ലസ് 15 ദിവസം, അങ്ങനെ കഴിഞ്ഞ് 25 ദിവസം കൂടെ കഴിയുമ്പോഴാണ് അത് ഡിസ്കണക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 3 മാസത്തെ ഉപയോഗം ഒരു ഉപഭോക്താവ് ഉപയോഗിച്ച നിലയിലാണ് ഡിസ്കണക്ഷൻ വരുന്നത്. അതിന് ആ 3 മാസത്തെ തുക എപ്പോഴും ആ വൈദ്യുതി കണക്ഷനിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വേണം എന്നാണ് നമ്മുടെ നിയമം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ കളക്ട് ചെയ്യപ്പെട്ട തുകയിൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും ഓരോ മാർച്ച് മാസം കഴിയുമ്പോഴും ഇതിൻ്റെ ഒരു ശരാശരി കണക്കെടുക്ക് നമ്മുടെ വൈദ്യുതി ബോർഡിലെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തും. അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ തുക അഡീഷണൽ ആയിട്ട് അടയ്ക്കാൻ പറയുന്നതാണ് KCD എന്ന് പറയുന്നത്. എന്നാലോ ഈ തുക നമ്മുടെ കയ്യിലുള്ള തുക കൂടുതലുണ്ടെങ്കിൽ അത് തിരിച്ചും നൽകുന്ന സമ്പ്രദായം തന്നെയാണ് നിൽക്കുന്നത്. കാരണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു തുക കൈവശം വയ്ക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇങ്ങനൊരു ഡെപ്പോസിറ്റ് വയ്ക്കുമ്പോൾ ഞാനൊരു ഉപഭോക്താവാണ്, ഓരോ ഉപഭോക്താവിനും റൈറ്റ് ഉള്ളത് അങ്ങനെ ഡെപ്പോസിറ്റായി നിൽക്കുന്നതിന് നിലവിലുള്ള ബാങ്ക് റേറ്റ് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ലഭ്യമാക്കാൻ കൊടുക്കാൻ വൈദ്യുതി ബോർഡ് ബാധ്യസ്ഥനാണ്. ആ തുകയും നമ്മുടെ ബില്ലിൽ ആ സമയത്ത് മാർച്ച് മാസത്തിന് ശേഷം അഡ്വാൻസ് എന്ന് പറയുന്ന കോളത്തിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആ ബാങ്ക് റേറ്റ് പ്രകാരം ഇൻട്രസ്റ്റ് നൽകുന്നു. ഈ പറഞ്ഞതില് ദിപിൻ പറഞ്ഞതില് ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഈ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ബില്ലിൽ കുറവ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെ ഉപയോഗം അനുസരിച്ച് CD ക്യാഷ് ഡെപ്പോസിറ്റ് കൂടുതലാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതും ഈ ബില്ലിൽ കുറവ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് ഒന്ന് വ്യക്തത വരുത്തണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനൊന്ന് ഇടയ്ക്ക് അതുകൂടിയും അഡ്വാൻസിലേക്കല്ലേ വരും? അതെ, അത് അഡ്വാൻസിൽ വരുത്തിയിട്ട് ബില്ലിൽ കുറവ് വരുത്തുക മെയ് ജൂൺ മാസങ്ങളിൽ ഇൻട്രസ്റ്റിനോടൊപ്പം. പിന്നെ നിലനിൽക്കുന്ന ഒരു ആരോപണം മീറ്റർ റെന്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഒരു വൈദ്യുതി സർവീസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചാർജിൽ മീറ്ററിൻ്റെ വില കൂടി ഉൾപ്പെട്ടിട്ടില്ലേ, പിന്നീട് എന്തിനാണ് ഒരു മീറ്റർ റെന്റ് എന്നുള്ള തോതിൽ KCB ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു ആരോപണം KCB വെച്ചിരിക്കുന്ന ഒരു മീറ്റർ ആണ് എന്നതിൻ്റെ പേരിൽ കാലാകാലം എന്തിനാണ് ഉപഭോക്താക്കളിൽ നിന്നും മീറ്റർ റെന്റ് ഈടാക്കുന്നത് എന്നുള്ളതും. ഇതിൽ പറയാനുള്ളത്, ഒരു വൈദ്യുതി സർവീസ് കണക്ഷൻ KCBയിൽ നിന്നും ഒരു ഉപഭോക്താവ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചാർജിൽ മീറ്ററിൻ്റെ വില ഈടാക്കുവാനുള്ള ഒരു അനുമതി നിയമം അനുശാസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഉപഭോക്താവിന് അവരുടെ പ്രിമൈസിൽ മീറ്റർ സ്ഥാപിക്കുവാൻ സ്വയം തയ്യാറാവുകയാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും നിയമം അനുവദിക്കുന്നുണ്ട്. ഒരു മീറ്റർ റെന്റ് എന്ന് പറയുന്നത് KCB സ്വമേധയാ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിക്കുന്നത്. അത് കൃത്യമായിട്ട് സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014 നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിലാണ് ഉപഭോക്താവിൻ്റെ പക്കലിൽ നിന്നും മീറ്റർ റെന്റ് KCB വസൂലാക്കുന്നത്. അത് നിലവിൽ സിംഗിൾ ഫേസ് മീറ്റർ ആണെങ്കിൽ 6 രൂപ എന്നുള്ള തോതിലും 3 ഫേസ് മീറ്റർ ആണെങ്കിൽ 15 രൂപ എന്നുള്ള തോതിലും മാസ വാടകയായിട്ടാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതില് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കാര്യമുള്ളത്, മീറ്റർ ഉപഭോക്താവിന് വാങ്ങി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് രജനി ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഉപഭോക്താവ് വാങ്ങി വെക്കുകയാണെങ്കിൽ ഉപഭോക്താവ് മീറ്റർ റെന്റ് നൽകേണ്ടതില്ല, അവർക്ക് മീറ്റർ റെന്റ് ബാധകമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പല പ്രാവശ്യം മീറ്റർ ഇടയ്ക്കിടയ്ക്ക് കേടാകുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഉപഭോക്താവ് മാറ്റി വെച്ചതാണെങ്കിൽ, അത് ഉപഭോക്താവ് വാങ്ങി വെച്ചതാണെങ്കിൽ കേടാവുമ്പോൾ അവർ തന്നെ മാറ്റി വെക്കേണ്ടതാണ്. അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ചെലവ് കൂടി അവർക്ക് വരും. അതൊക്കെ കണക്കിലാക്കിയിട്ട്, അതുപോലെ ലൈസൻസ് KCB ആണ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് മാറ്റിവെക്കാനുള്ള ചെലവും ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ റെന്റ് റെഗുലേറ്ററി കമ്മീഷൻ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ
അത് ഫിക്സ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ ആക്ഷേപമുണ്ടെന്ന് വിചാരിക്കാം, ഇതെന്തോ മേടിക്കുന്നത് കൊള്ളയാണ് അല്ലെങ്കിൽ റേറ്റ് കൂടുതലാണ്, അടുത്ത താരിഫ് ഹിയറിങ് പൊതു തെളിവെടുപ്പ് വരുമ്പോൾ ആർക്കും ഈ കാര്യം റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പാകെ പോയിട്ട് ബോധിപ്പിക്കാവുന്നതാണ്. റെഗുലേറ്ററി കമ്മീഷൻ അത് ബോധ്യപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും റെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അത് ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇതിൽ മീറ്റർ റെന്റ് കൂടാതെ ഈ റെന്റിന്റെ മുകളിൽ 18% GST കൂടി ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിച്ച് ഗവൺമെന്റിലേക്ക് നൽകുന്നുണ്ട്. മറ്റൊരാക്ഷേപമായിട്ട് വരുന്നത് എനർജി ചാർജിന് പുറമെ ഫിക്സഡ് ചാർജും കൂടി ഈടാക്കുന്നു. അതായത് ഒരു ഉപഭോക്താവ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടി വരുന്നത് എനർജി ചാർജ് എന്ന് പറഞ്ഞ ഒരു ചാർജ് മാത്രമാണ്. അപ്പം അതിൻ്റെ പുറമെ എന്തോ കൂടുതലായിട്ട് വാങ്ങിയെടുക്കുന്നതാണ് ഈ ഫിക്സഡ് ചാർജ് എന്നുള്ളതാണ് പ്രചരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വൈദ്യുതിയുടെ നിരക്ക് തീരുമാനിക്കുമ്പോൾ അപ്പോൾ വൈദ്യുതി വിതരണ കമ്പനിക്ക് ചിലവാകുന്ന തുകയിൽ യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു ചിലവും സ്ഥിര സ്വഭാവമുള്ള മറ്റൊരു ചിലവുമുണ്ട്. ഉദാഹരണത്തിന് വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിലൊക്കെ വൈദ്യുതി ജനറേറ്റിംഗ് കമ്പനിക്ക് താരിഫിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഒരാളിപ്പം വൈദ്യുതി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരു യൂണിറ്റിന് ഇത്ര രൂപ, കൂടാതെ പ്രതിമാസം വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത്ര രൂപ ഫിക്സഡ് ചാർജ്, പ്രതിമാസ ഫിക്സഡ് ചാർജ്. അത് വളരെ ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വരവ് ചെലവ് കണക്കാക്കുമ്പോഴുള്ള വരവിൻ്റെ കൂട്ടത്തിൽ ഈ എനർജി ചാർജ് അടിസ്ഥാനപ്പെടുത്തി ഇത്ര രൂപ വരവ്, അതുപോലെ ഫിക്സഡ് ചാർജ് അടിസ്ഥാനപ്പെടുത്തി ഇത്ര രൂപ വരവ്, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഈ ഫിക്സഡ് ചാർജും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഭാഗം തന്നെയാണ്. അല്ലാണ്ട് കൂടുതലായിട്ട് ഈ KSEB കൂടുതലായിട്ട് വാങ്ങുന്ന ഒരു കാര്യം ആണ് എന്നുള്ള പ്രചരണം ശരിയല്ല. അതായത് സാറ് പറഞ്ഞു വരുന്നത് നമ്മുടെ താരിഫ് നിർണയം ഒരു 2 പാർട്ട് താരിഫാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. കേരള സംസ്ഥാനത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനായിട്ടും ഫിക്സഡ് ചാർജ് പ്ലസ് എനർജി ചാർജ് എന്ന 2 പാർട്ട് താരിഫ് മെത്തേഡിലാണ് നമ്മൾ നിർവചിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള, അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടും വൈദ്യുതി നിരക്കിന്റെ ഭാഗം തന്നെയാണ്. അതെ അതെ, അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നേരത്തെ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈദ്യുതി ബില്ലിൽ ഫിക്സഡ് ചാർജും എനർജി ചാർജും ഉൾപ്പെടുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി എന്നുള്ള പേരിൽ ഒരു അധിക തുക ഒരു തീവെട്ടിക്കൊള്ള എന്നുള്ള രീതിയിൽ KSEB വാങ്ങിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ ആക്ഷേപം. അപ്പം അതെന്താണെന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ദ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് 1963 കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. ഈ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ലൈസൻസിയും അവരുപയോഗിക്കുന്ന എനർജി ചാർജിൻ്റെ 10% പിടിച്ചെടുത്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഡ്യൂട്ടി ആക്ട് 1963 പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ പിൻബലത്തിൽ KSEB ചെയ്യുന്നത് പലപ്പോഴും തീവെട്ടിക്കൊള്ള എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളിലും പല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു നികുതിയാണ്. വൈദ്യുതി ഒരു ഉൽപ്പന്നമായിട്ട് കാണുന്ന സമയത്ത് ഏതൊരു ഉപഭോക്താവും നൽകേണ്ടുന്ന ഒരു നികുതിയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. ഇതിൻ്റെ ഇടയിൽ ഈ സർചാർജ്, ഫ്യൂൽ സർചാർജ്, മറ്റുള്ള സാധനങ്ങൾ, ഇങ്ങനെ സർചാർജുകൾ എന്ന് പറയുന്നത് ഒരുപാട് സർചാർജുകൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു ഭാഷ ഈ വ്യാജ വാർത്തയിൽ കടന്നു വരുന്നു. ശരിക്കും ഈ സർചാർജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബില്ലിൽ സർചാർജ് എന്ന് പറയുന്നൊരു കോളം കാണാം. നമ്മുടെ വീട്ടിൽ റീഡിംഗ് എടുക്കാൻ വന്ന് റീഡിംഗ് എടുത്ത് 10 ദിവസം നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ദിവസം, 10 ദിവസം കഴിഞ്ഞാൽ പിഴയോടുകൂടെ അടയ്ക്കാനുള്ള ഒരു 15 ദിവസം, അതുകൂടെ കഴിഞ്ഞാൽ അതായത് 25ാമത്തെ ദിവസമാണ് ഇത് ഡിസ്കണക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കൗണ്ടറിൽ പോയി അടക്കുന്ന ഒരു സംവിധാനം പണ്ട് ഉള്ള സമയങ്ങളിൽ ആ പിഴയോടുകൂടെ അടയ്ക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ ആ പിഴ ആ ബില്ലിനൊപ്പം തന്നെയായിരുന്നു അന്ന് ഈടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് ഓൺലൈൻ ലൂടെ നമ്മുടെ കറണ്ട് ബില്ല് ഉൾപ്പെടെ അടയ്ക്കുന്ന സംവിധാനങ്ങൾ വന്നതോടുകൂടെ
ബില്ല് നൽകിയതിന് ശേഷം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ബില്ല് അടക്കുന്നതെങ്കിൽ അതിൻ്റെ പിഴ എന്ന് പറയുന്നത് അടുത്ത ബില്ലിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുക KSEB ഇപ്പം നൽകുന്നത്. അപ്പോൾ അതാണ് സർചാർജ് എന്ന് പറയുന്ന കോളത്തിലേക്ക് വരുന്നത്. അതുകൂടാതെ തന്നെയാണ് 25 ദിവസം കഴിഞ്ഞ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്കണക്ഷൻ ഫീസ് 30 രൂപ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ 30 രൂപയും കൂടെ വരുന്നു. ഇതൊക്കെ ഒരു നിയമവശാൽ നമ്മുടെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ ഈടാക്കേണ്ട തുകകൾ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. 1 രൂപ കൂടുതലോ കുറവോ നമുക്ക് നിയമപരമായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നല്ല ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിനും പൊതുജനങ്ങളിൽ നിന്നും ഈടാക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടത് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഉപഭോക്താവ് ഒരു മാസം ഡ്യൂ ഡേറ്റിനുള്ളിൽ പണം അടയ്ക്കുകയാണെങ്കിൽ അയാൾ അടുത്ത മാസം സർചാർജ് ആയിട്ട് ഒരു തുകയും നൽകേണ്ടതില്ല. അതെ, അത് നമ്മളെ കറണ്ട് ബില്ലിന്റെ പൈസ അടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അടയ്ക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ വരുന്ന തുകയാണ്. അതെ. പക്ഷേ അത് കൂടാതെ മറ്റു 2 സർചാർജുകളുണ്ട്. ഒന്ന് നമ്മുടെ ബില്ലിൽ നോക്കിയാൽ, ഒന്ന് ഫ്യൂവൽ സർചാർജ് എന്നുള്ള ഒരെണ്ണവും, 2 ഓട്ടോ റിക്കവറി ഫ്യൂവൽ സർചാർജ്. ഇത് രണ്ടും കൂടി വലിയൊരു കൺഫ്യൂഷൻ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുവേ ഇതും രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ വാങ്ങുന്ന പവറിന് നമ്മൾ മുൻകൂട്ടിയുള്ള കണക്ക് പ്രകാരം എഗ്രിമെൻ്റ് പ്രകാരം അല്ലാതെ ഈ ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ മാസവും ഈ ഉൽപ്പാദന കമ്പനിക്ക് കൂടുതലായിട്ട് തുക നൽകേണ്ടതുണ്ട്. ആ തുകയും കൂടി നിയമപ്രകാരം ഉപഭോക്താവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. ആ തുകയും കൂടി, ആ തുക നേരത്തെ ഇതിനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷന് ഒരു കണക്ക് കൊടുക്കും. റെഗുലേറ്ററി കമ്മീഷൻ തെളിവൊക്കെ നടത്തി ചിലപ്പോൾ കുറേ കാലതാമസം വരും. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് വന്ന ശേഷം മാത്രമാണ് അത് സർചാർജ് ആയിട്ട് വാങ്ങാനുള്ള ലൈസൻസിക്ക് അധികാരം ഉണ്ടായിരുന്നത്. ഫ്യൂവൽ സർചാർജ് ആയിട്ട് വാങ്ങാനുള്ള അധികാരം ഉണ്ടായിരുന്നത്. അങ്ങനെ വാങ്ങുന്ന നേരത്തെ ഇതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതിയോടെ വാങ്ങുന്ന ഒരു 9 പൈസ ഒരു യൂണിറ്റ്, അതാണ് ഫ്യൂവൽ സർചാർജ് എന്ന ഹെഡിൽ ഇപ്പോൾ ഉള്ളതിലെ ഫ്യൂവൽ സർചാർജ് എന്നുള്ള ഹെഡിൽ ഇപ്പോൾ ഉള്ളത്. അത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്തിടെ ഒരു നിയമം വന്നു. ഈ ഇങ്ങനെ അധികമായിട്ട് വൈദ്യുതി വിതരണ കമ്പനിക്ക് ചിലവാകുന്ന തുക അതത് അടുത്ത മാസം തന്നെ അത് വാങ്ങിച്ചെടുക്കണം. അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ചെടുക്കുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് പോകാതെ തന്നെ ലൈസൻസ് തന്നെ കണക്ക് കൂട്ടി ഉപഭോക്താവിൻ്റെ അടുത്തു നിന്ന് വാങ്ങാം. പക്ഷേ അത് പിന്നീട് ആ വർഷം അവസാനിക്കുമ്പോൾ, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ഇത് റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിക്കും. അങ്ങനെയാണ്. അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ചു. സ്വയം വാങ്ങുന്നത് ഒരു യൂണിറ്റിന് 10 പൈസയിൽ കൂടുതൽ പാടില്ല എന്നുള്ള ലിമിറ്റ് വെച്ചു. അപ്പോൾ അതാണ് കഴിഞ്ഞ മാസത്തെ അധികമായിട്ട് ചിലവാക്കേണ്ട തുക. അത് 10 പൈസയിൽ അധികമാണെങ്കിലും KSEBക്ക് 10 പൈസ വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെ പക്ഷേ അത് 6 മാസം കഴിഞ്ഞപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് മുഴുവൻ കണക്ക് കൊടുത്ത് കൂടുതലായിട്ട് വാങ്ങേണ്ടതുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇതുപോലെ തന്നെ തെളിവെടുപ്പൊക്കെ നടത്തിയിട്ട് പിന്നെയും ആ നിരക്ക് വാങ്ങിക്കാൻ വേണ്ടി അനുവദിക്കും. പക്ഷെ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 10 പൈസ ഇങ്ങനെ വാങ്ങി പോകാം. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 2 സാധനങ്ങളും ഉണ്ടാവും. അതായത് തലേ മാസത്തെ വൈദ്യുതി ബോർഡിന് വാങ്ങാവുന്ന ലിമിറ്റായ 10 പൈസ, അതിനു പുറമെ കൂടുതലുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിക്കുന്ന തുകയും ചിലപ്പം കുറവായിരിക്കാം. KSEB മേടിച്ച 10 പൈസ കൂടിപ്പോയെന്ന് റെഗുലേറ്ററി കമ്മീഷൻ 2 പൈസ അധികമായെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഓട്ടോ റിക്കവറി 10 പൈസ വാങ്ങുന്നതിൽ നിന്ന് 2 പൈസ കുറയ്ക്കും, അത് 8 മാറും. അങ്ങനെ അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ സർചാർജിന് പുറമെ ഈ ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്നതും ഓട്ടോ റിക്കവറി അല്ലെങ്കിൽ മന്ത്ലി ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്ന മറ്റ് 2 ഐറ്റവും ബില്ലിലുള്ളത് അത് നിയമപ്രകാരം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് KSEB അധികമായിട്ട് വാങ്ങുന്ന ഒരു തുകയല്ല. ഇതില് നമ്മളിപ്പോൾ ചർച്ചയിൽ വന്നതിൽ ഓട്ടോ, ഞാൻ പറഞ്ഞ സർചാർജ്, സാർ പറഞ്ഞ ഫ്യൂവൽ സർചാർജ്, പിന്നെ ഓട്ടോ റിക്കവറി, ഓട്ടോ റിക്കവറി, ഫ്യൂവൽ സർചാർജ്, ഇങ്ങനെ 3 സർചാർജ് മേടിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു
ഒരു ചർച്ചകളൊക്കെ എത്തുന്നുണ്ട്. സത്യത്തില് ഈ സാധനങ്ങളൊക്കെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയും എല്ലാ സംസ്ഥാനത്തും ഈടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളും എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഈ ഓട്ടോ റിക്കവറി എന്ന് പറഞ്ഞാൽ 10 പൈസ വാങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ ലിമിറ്റ് തന്നെ ഇല്ലാണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ല, എന്തായാലും അത് ഭാവിയിൽ അത് കമ്മീഷൻസ് ചെയ്യും. പരിശോധിച്ചിട്ട് കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. പിന്നെയുള്ളൊരു വേറെ വിചിത്രമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KCB നൽകുന്ന ബില്ലിൽ അത് റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് ഒരു കൊള്ളലാഭം KCB ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും 50 പൈസയ്ക്ക് താഴെയാണ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു 50 പൈസയ്ക്ക് താഴെയുള്ള അത് ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു നിശ്ചിത തുകയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയും, അതല്ല 50 പൈസയ്ക്ക് മുകളിലാണ് എന്നാണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് KCBക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി. ക്യാൻസൽ ഒരു ഉപഭോക്താവിന്റെ അടുത്ത് ഈ 50 പൈസ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ അടുത്ത സംഖ്യയിലേക്ക് മേടിച്ചെങ്കിൽ മറ്റൊരു ഉപഭോക്താവിന്റെ അടുത്ത് 50 പൈസ താഴെയാണ്, താഴേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് പോവാണ് അതിനകത്തൊരു കൊള്ളലാഭം എന്ന് പറയുന്നത് വളരെയധികം. അതെ. ഇനി മറ്റൊരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ, ദ്വൈമാസ ബില്ലിംഗ് ചെയ്യുന്നത് വഴി KCB അധിക ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്ക് സംശയം ചോദിക്കുന്നുണ്ട്, പ്രതിമാസം എന്തുകൊണ്ട് ബില്ല് ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ താഴത്തെ സ്ലാബ് കണക്കാക്കിയിട്ട് ബില്ല് ചെയ്തുകൂടെ? ഇതൊരു എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ദ്വൈമാസം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ 200 യൂണിറ്റിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് 6 രൂപയാണെന്ന് വിചാരിക്കുക. 100 യൂണിറ്റിൻ്റെ സ്ലാബ് 5 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിമാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ 100 × 5 500 രൂപ, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിമാസ ബില്ല്. അതേ സമയത്ത് 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബില്ല് എങ്ങനെയായിരിക്കണം? 200 × 6 എന്നാണ് ആക്ഷേപം. ശരിയല്ലേ? അതായത് 2 മാസം കൂടുമ്പം ബില്ല് ചെയ്യുന്ന വഴി അയാളുടെ ഉപയോഗം 200 ആയി മാറും. 6 രൂപ വെച്ച് അയാളെ ബില്ല് ചെയ്യും. അതാണ് ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ 200 × 6 1200 രൂപ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും KCB അതായത് 500 1000 മേടിക്കുന്നതിന് പകരം KCB 1200 മേടിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 500 രൂപ പ്രതിമാസം വാങ്ങിക്കായിരുന്നെങ്കിൽ 500 + 500 1000 രൂപ മാത്രമേ അദ്ദേഹം അടയ്ക്കേണ്ടതുള്ളൂ. അതിന് പകരം KCB 1200 രൂപ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പല രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ KCB ബില്ല് കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചുള്ള നിരക്ക് പ്രതിമാസ നിരക്കാണ്. അപ്പോൾ 200 യൂണിറ്റ് ദ്വൈമാസം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി അടയ്ക്കേണ്ടുന്ന ബില്ല് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 × 2, അതായത് പ്രതിമാസം അയാൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് 100 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റിന് ഏത് സ്ലാബിൽ വരും? അത് എത്രയാണ് ബില്ല് കണക്കാക്കുന്നത്? ഈ പറഞ്ഞതിൽ 5 രൂപയാണെങ്കിൽ 500 രൂപ. അതെ. ഇപ്പൊ 100 × 5 500 രൂപ അദ്ദേഹം പ്രതിമാസം അടയ്ക്കേണ്ടത് നിരക്കാണല്ലോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 500 + 500 ഈ 1000 രൂപയാണ് അദ്ദേഹം അടയ്ക്കേണ്ടിയിരിക്കുന്ന തുക. ഇങ്ങനെ തന്നെയാണ് KCB എല്ലാ ബില്ലും കണക്ക് കൂട്ടപ്പെടുന്നത്. പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണ്? പ്രതിമാസം ബില്ല് അടയ്ക്കുന്ന ദ്വൈമാസത്തിലാണ് റീഡിംഗ് എടുക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ 1 രൂപ പോലും കൂടുതൽ അടയ്ക്കുന്നില്ല. അതാണ് സത്യം. ഇത് ഈ വിഷയം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അന്ന് നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെ മീഡിയാസിൽ വന്നിട്ട് ഇങ്ങനെയല്ല ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട്, കാരണം കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിൽ പോകാനോ റീഡിംഗ് എടുക്കാനോ പറ്റാത്ത സാഹചര്യം വരികയും തുടർന്ന് 2, 3, 4 ബില്ലുകൾ ഡോർ ലോക്കായി മാറുകയും തുടർന്ന് വന്നപ്പോൾ ചിലർക്ക് വലിയ ബില്ല് വരികയും ചിലർക്ക് ചെറിയ ബില്ലായിട്ട് മാറുകയൊക്കെ ചെയ്തപ്പോൾ അത് വലിയൊരു ചർച്ചയായി മാറിയിരുന്നു. അന്നായിരുന്നു ഈ ബില്ലിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടൊക്കെ വലിയൊരു ചർച്ച നടന്നു. പക്ഷേ തുടർന്ന് വരുന്ന ചർച്ചകളിൽ എനിക്ക് തോന്നുന്നു പലർക്കും ഈ ബില്ല് ചെയ്യപ്പെടുന്നത് ടോട്ടൽ യൂണിറ്റ് എത്ര മാസത്തേക്കാണോ കിട്ടിയിരിക്കുന്നത് ഡിവൈഡ് ബൈ ആ മാസത്തിൻ്റെ എണ്ണെടുത്ത് 1 മാസത്തേക്ക് നമ്മുടെ സ്ലാബ് നോൺ ടെലിസ്കോപ്പിക് സ്ലാബ് എന്ന നിലയിൽ ആദ്യത്തെ ഇത്ര യൂണിറ്റിന് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1 മാസത്തേക്ക് എത്ര വരും ഇൻറ്റു എത്ര മാസത്തേക്ക് എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോയത്. ഇങ്ങനെയല്ലാതെ നിലവിലുള്ള നിയമപ്രകാരം അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ബില്ലുണ്ടെങ്കിൽ ആർക്കും കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടൊരു കേസ് വൈദ്യുതി ബോർഡിൻ്റെ ബില്ലിനെതിരെ ഇല്ല. അതിനർത്ഥം കൃത്യമായിട്ടാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ബില്ല് കൃത്യമായി പോകുന്നത് എന്നും കൂടെ
നമ്മുടെ ആളുകൾ അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നേരത്തെ ആ കാണിച്ച ഗാർഹിക ബില്ല് നിരക്ക്, അതിന് ആദ്യത്തെ 50 യൂണിറ്റിന് ഒരു നിരക്ക്, അതിനുശേഷം പിന്നത്തെ ഓരോ 50 യൂണിറ്റിനും നിരക്ക് കൂടിക്കൂടി വരികയാണ്, യൂണിറ്റ് നിരക്ക് കൂടിക്കൂടി വരികയായിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു ആക്ഷേപം നമ്മൾ ഇഡ്ഡലി പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു 3 പൊറോട്ട മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊറോട്ടയ്ക്ക് 10 രൂപയാണെങ്കിൽ 30 രൂപ കൊടുത്താൽ മതി. പക്ഷേ KSEBിക്ക് അങ്ങനെയല്ല. ആദ്യത്തെ പൊറോട്ടയ്ക്ക് 10 രൂപ, പിന്നത്തെ പൊറോട്ടയ്ക്ക് 12 രൂപ, മൂന്നാമത്തെ പൊറോട്ടയ്ക്ക് 14 രൂപ, അങ്ങനെയാണ്. ഇത് എന്തൊരു നിരക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ളതാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വൈദ്യുതി എല്ലാ മനുഷ്യരുടെയും ഒരു അവശ്യ ഉപയോഗ വസ്തുവാണ്. അതിന് പലതരത്തിലുള്ള ഉപയോഗമുണ്ട്. അടിസ്ഥാനപരമായ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് എനിക്ക് കുറച്ച് ലൈറ്റ്, ഒരു വെളിച്ചം കാണണം, അത് മാത്രം മതി, എനിക്ക് അതിനുള്ള പണമേ ഉള്ളൂ, അവർക്ക് അതിനുള്ള ഉപയോഗം കാണുള്ളൂ. ശരി, അതിൻ്റെ കൂടെ ഒരു ഫാനും കൂടി വർക്ക് ചെയ്യണം, കുറച്ച് കാറ്റും കൂടി കൊള്ളണം അടുത്ത ഒരാൾക്ക്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജാവും, ചിലപ്പോൾ വാഷിംഗ് മെഷീനാവും, ചിലപ്പോൾ ഡിഷ് വാഷറാവും, അതിന് പുറമെ AC ആവും. എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിൻ്റെ അത് ആദ്യം അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ആവശ്യം, പിന്നെ അവരുടെ കുറച്ചുകൂടി ആഡംബരം തരത്തിലുള്ള ഉപയോഗം. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായ ഉപയോഗത്തിന് നിരക്ക് കുറവും, കൂടുതൽ ആഡംബരപൂർണമായ കൂടുതൽ ഉപയോഗത്തിലേക്ക് വരുമ്പം നിരക്ക് കൂടുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു 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 സാമൂഹ്യ പ്രതിബദ്ധത ഈ വൈദ്യുതി നിരക്കിൽ പ്രതിഫലിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പം എല്ലാ കാറ്റഗറിയിലും, അതായത് പിന്നെ ചില കാറ്റഗറി ഡൊമസ്റ്റിക് ഗാർഹിക ഉപയോഗത്തിനൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ തന്നെയാണ് നിരക്ക് നിശ്ചയിക്കുന്നത്. അപ്പം ഇതിൽ ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഞാൻ ഈ താരിഫിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഷെഡ്യൂൾ നമ്മളെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഇപ്പോൾ BPL വിഭാഗത്തിന് കേരളത്തിൽ ₹1.50 നമ്മളെ വൈദ്യുതി കൊടുക്കുന്നത്. അതേസമയം ആവറേജ് ഇപ്പോൾ KSEBിക്ക് റേറ്റ് ചിലവാകുന്നത് ₹7.25 മുകളിലെത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവറേജ് റേറ്റ് KSEBിക്ക് ഒരു യൂണിറ്റിന് ചിലവാകുന്നത്. അപ്പോൾ അത് ₹1.50, ₹3, 15 ഇങ്ങനെ വരുമ്പം ഒരു ഗാർഹിക ഉപഭോക്താവിൻ്റെ റേറ്റ് ഏകദേശം ഈ ₹7.25 എത്തുമ്പോൾ വലിയ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ആ റേറ്റ് എത്തുന്നുള്ളൂ എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു കാര്യം കൂടെ ഈ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ദ്വൈമാസത്തിൽ 240 യൂണിറ്റിന് കുറവാണ് നമ്മളുടെ ഉപഭോഗം എന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിനകത്ത് സബ്സിഡിയും നൽകുന്നുണ്ട്. ഇക്കാര്യം കൂടി അതിനകത്തൊന്ന് ആഡ് ചെയ്യാണ്. അത് സബ്സിഡി പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് സബ്സിഡി എന്ന് പറഞ്ഞ് പ്രത്യേകം കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാളും എപ്പോഴും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSEBിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവീസുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള മേലധികാരികളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാം. അതല്ലെങ്കിൽ 24 മണിക്കൂറും സേവനം തരുന്ന ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1912 ഉണ്ട്. ഈ 1912 എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ കൺസ്യൂമേഴ്സും തന്നെ ഇതിനോടകം അറിയുന്ന ഒരു നമ്പർ തന്നെയാണ്. ആ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങളുടെ സർവീസ് റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സർവീസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനേക്കായിട്ട് 9496001912 എന്നുള്ള ഒരു വാട്സാപ്പ് നമ്പറും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ KSEBിയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള ടാരിഫിനെ പറ്റിയും അതുപോലെ തന്നെ സർചാർജിനെ പറ്റിയിട്ടും KSEBിയിൽ നിലനിൽക്കുന്ന റൂൾസ്, ആക്ട് എന്നിവയെ പറ്റിയിട്ടും സപ്ലൈ കോഡിനെ പറ്റിയിട്ടും എല്ലാം തന്നെ വളരെ വിശദമായിട്ട് നമ്മുടെ വെബ്സൈറ്റിലെല്ലാം തന്നെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട് KCBയിൽ. അതിൽ നിന്ന് ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്നുകൂടി ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഇതുപോലെയുള്ള ഈ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ഈ വ്യാജ വാർത്തകൾ, അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടാനുള്ള ഒരു സൗകര്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മളെ ഈ വിഷയത്തിൽ ബില്ലിങ്ങായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർവീസായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് മുമ്പാകെ നേരിട്ട് അപേക്ഷ കൊടുക്കാം. അത് നേരിട്ട് പോകണമെന്നില്ല, വാട്സപ്പായിട്ടോ മെയിലായിട്ടോ എങ്ങനെ എനിക്ക് അപേക്ഷ നൽകിയാലും അതിന് തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി അവിടെ ഉണ്ട്. ഇനി അതില്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ഇങ്ങനെ ഹയറാർക്കി തന്നെ വൈദ്യുതി ബോർഡിന് തന്നെ അതിൻ്റെ പരാതി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. കൂടാതെ തന്നെ കൺസ്യൂമർ ഗ്രിവൻസ് സെല്ല് വൈദ്യുതി ബോർഡിന്, അതായത് ഏതൊരു സ്ഥാപനത്തിനും, വൈദ്യുതി ബോർഡിന് മാത്രമല്ല ഏതൊരു സ്ഥാപനങ്ങൾക്ക് അവരുടെ ഉപഭോക്താക്കളുടെ ഗ്രിവൻസ് കൺസിഡർ ചെയ്യാനുള്ള ഒരു അതോറിറ്റി, ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനം എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിലവിലുള്ള ഒരു CGRF നിലവിൽ വൈദ്യുതി ബോർഡിനുണ്ട്. അതില്ലെങ്കിൽ മറ്റു കോടതികൾ, ഓംബുഡ്സ്മാൻ, മറ്റു കോടതികളുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി ഉപഭോക്താക്കൾക്കായിട്ട് തുറന്നു കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മറ്റ് ചർച്ചകളിലേക്ക് പോകാതിരിക്കാമെന്നും കൂടെ ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമീപകാലത്ത് KCB ബില്ലിനെതിരെ ഒട്ടനവധി വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റി ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ഈ ഒരു പരിപാടി വഴി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റായ ധാരണകളെല്ലാം മാറിയിട്ടുണ്ടാകുമെന്നും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്നും വിശ്വസിക്കുന്നു.